ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മോടൊത്ത് വസിക്കുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് വിവരിക്കുന്ന ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: യേശു പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഇന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിൻ്റെ തിരുവചനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന കാനഡ നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള ഒരു നഴ്സിനെ നമുക്ക് പ്രാർത്ഥനയോടെ ശ്രവിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷീബ, ഹസ്ബൻഡ് പയസ്, മക്കൾ 3 മക്കൾ. ഞങ്ങൾ കുടുംബമായിട്ട് കാനഡയിലാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോ ഞങ്ങളെ വഴി നടത്തിയ അനുഭവങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കുവാനാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. കുഞ്ഞിലേ മുതൽ എനിക്ക് ഈശോ ഒത്തിരി ഇഷ്ടമായിരുന്നു. ചെറുപ്പം മുതൽ ഞാൻ ഈശോയോട് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും കാണുന്ന ഒരു മുഖമാണ് എൻ്റെ അപ്പൻ്റെ മുഖം. എന്നും രാവിലെ എഴുന്നേൽക്കും, ഈശോയുടെ കുരിശു രൂപത്തിൻ്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് എൻ്റെ പിതാവേ എന്നുള്ള ഒരു വിളി, ആ വിളി എൻ്റെ മനസ്സിൽ എന്നും മായാതെ നിൽക്കുന്ന മുഖമാണ്. അങ്ങനെ ഈശോയിലേക്ക് ഞാൻ അടുത്തു തുടങ്ങി. പള്ളിയിൽ പോകാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാനായിട്ട് ഓടുമായിരുന്നു. ആദ്യം പള്ളിയിൽ എത്തി നിൽക്കും. അതൊരു വലിയ അനുഭവമായിരുന്നു. സ്കൂളിൽ പോകുന്നതിന് മുന്നേയും പള്ളിയിൽ കയറും, തിരിച്ചു കഴിഞ്ഞ് വരുമ്പോൾ പള്ളിയിൽ കയറും. ഇടവക ദേവാലയത്തിൻ്റെ അരികിലൂടെയാണ് എവിടെ പോയാലും പോകുന്നത്. അങ്ങനെ ദേവാലയത്തിൽ പോകാൻ വലിയ ഇഷ്ടമായിരുന്നു. പിന്നെ ചെറുപ്പം മുതൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഈശോ ഇങ്ങനെ മുന്നോട്ട് നടത്തിയിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, എനിക്കൊരു വലിയൊരു അലർജി ആയിട്ടുള്ള അസുഖം ഉണ്ടായിരുന്നു. മേലെല്ലാം തടിച്ച് പൊങ്ങും. അപ്പം ഒരു ദിവസം രാത്രി ഏകദേശം ഒരു 5-ാം ക്ലാസ്സിലൊക്കെ എത്തിയിട്ടുണ്ടാവുമായിരിക്കും. മമ്മി ചാവറയച്ചൻ്റെ അടുത്ത് പോയി. അന്ന് ബ്ലസ്സഡ് ചാവറയച്ചനാണ്, വിശുദ്ധനായിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഖബറിടത്തിൽ നിന്ന് റോസാപ്പൂവ്, ഉണങ്ങിയ റോസാപ്പൂവിൻ്റെ അല്ലി കൊണ്ടുവരികയും അന്ന് രാത്രി ഇതുപോലെ എനിക്ക് അലർജി ഉണ്ടാവുകയും മമ്മി വന്ന് എൻ്റെ മേത്ത് തൊടുന്നു. ആദ്യം കൈകളിൽ തൊടുന്നു. അവിടെ നിന്നുള്ള ആ തടുപ്പ് എല്ലാം പോയി, ചൊറിച്ചിൽ പോയി. അതിനുശേഷം ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് ആ അലർജി അസുഖം വന്നിട്ടില്ല. അങ്ങനെ ഈശോ ഓരോ അനുഭവങ്ങളിലൂടെ ഈശോയുമായിട്ട് എന്നെ അടുപ്പിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ വിഷമങ്ങൾ വരുമ്പോഴെല്ലാം ഞാൻ ഈശോയുടെ അടുത്ത് പോയി ഇങ്ങനെ പറയുമായിരുന്നു. അതുപോലെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോഴെല്ലാം ഞാനിങ്ങനെ ഈശോയോട് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമായിരുന്നു. എൻ്റെ ഒരു വലിയ കൂട്ടുകാരനായിരുന്നു ഈശോ. അങ്ങനെ പി ഡി സി കഴിഞ്ഞ സമയത്ത് നേഴ്സിങ്ങിന് ഞങ്ങൾ അപ്ലൈ ചെയ്തു. ആ സമയത്ത് എൻ്റെ കാല് വീണ് ഒടിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ കാർഡ് വന്നെങ്കിലും ആ നിമിഷം എൻ്റെ കാലിൽ കാസ്റ്റൊക്കെ എടുത്തായിരുന്നു. എന്നാലും കാലിന് നീരും ചട്ടും ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പപ്പ ഇൻ്റർവ്യൂവിന് പോകുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നേഴ്സിങ്ങിന് ഇങ്ങനെയൊക്കെ ചട്ടൊക്കെ ഉള്ളവർ ചെന്ന് കഴിഞ്ഞാൽ നേഴ്സിങ്ങിന് കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് നമ്മൾ എന്തിനാ പപ്പ വെറുതെ അവിടം വരെ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, നിനക്ക് ഇത് ദൈവം നിശ്ചയിച്ചതാണെങ്കിൽ നിനക്കിത് കിട്ടിയിരിക്കും. അപ്പോൾ വളരെ സന്തോഷമായിട്ട് അത് ഏറ്റെടുത്തു. പതിവ് പോലെ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ഞാനും പപ്പയും ഈശോയുടെ അടുത്ത് പോയിരുന്നു, പ്രാർത്ഥിച്ചു. ദേവാലയത്തിൽ നിന്നിറങ്ങി. അന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ആ സമയത്ത് എന്നെ 2 സീറ്റിൻ്റെ നടുക്ക് കയറ്റിയിരുത്തി. ഈ കൊച്ചിൻ്റെ കാലിന് അസുഖമുള്ള കുട്ടിയാണെന്നും പറഞ്ഞാണ് ഇരുന്നത്. എനിക്ക് വളരെ ഒരു വിഷമം തോന്നി. അങ്ങനെ അങ്കമാലിക്കാണ് ഇൻ്റർവ്യൂവിന് പോകുന്നത്. അവിടെ ബസ് ഇറങ്ങിയപ്പോൾ ഞാൻ നടന്നു തുടങ്ങിയപ്പോൾ എൻ്റെ കാലിന് വേദനയില്ല, കാലിൽ നീര് പോയി, ചട്ടുമില്ല. അങ്ങനെ ദൈവം തീരുമാനിച്ചതായിരുന്നു, ദൈവത്തിൻ്റെ ഒരു വലിയ വിളിയായിരുന്നു ഞാൻ നേഴ്സിങ്ങിൽ വരണമെന്നുള്ളത്
എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമായി. അതുമാത്രമല്ല, ചെറുപ്പം മുതൽ എനിക്ക് രോഗികളോടൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. വയസ്സായവരെ ഒത്തിരി ഇഷ്ടമായിരുന്നു. വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുമ്പോൾ ഞാനെപ്പോഴും അരികിലിരിക്കാനും സമയങ്ങൾ നോക്കാനൊക്കെ സമയം കണ്ടെത്താൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെ നേഴ്സിങ്ങിലേക്ക് ഞാൻ കടന്നു വന്നു. നേഴ്സിംഗ് പാസ്സായ അന്നെല്ലാം ഈശോയായിട്ട് ഞങ്ങളുടെ നേഴ്സിംഗ് സ്കൂളിൽ ഒരു ചാപ്പലുണ്ടായിരുന്നു. ഈ ചാപ്പലിൽ പോയി സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ മണിക്കൂറുകളോളം പോയിരിക്കുമായിരുന്നു. എല്ലാ ദിവസവും മടി കൂടാതെ ദേവാലയത്തിൽ പോകും, ബൈബിള് വായിക്കും. സങ്കീർത്തനം എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞാൻ എപ്പോഴും സങ്കീർത്തനങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നേഴ്സിംഗ് സ്കൂളിലായിരിക്കുമ്പോൾ റൂമിൽ ആരും ഇല്ലാത്തപ്പോഴും എൻ്റെ കയ്യിലൊരു ബുക്കുണ്ടായിരുന്നു, ഒരു പാട്ട് ബുക്ക്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ പാട്ട് ബുക്കാണ്. ആ ബുക്കിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ എപ്പോഴും ഞാനിങ്ങനെ പാട്ട് പാടി ഈശോയെ സ്തുതിക്കുമായിരുന്നു. പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഇരട്ടി പാട്ട് പാടുമ്പോഴാണ് ലഭിക്കുന്നതെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ പാട്ട് പാടി ഈശോയെ സ്തുതിക്കും. അങ്ങനെ ഞാൻ നേഴ്സിംഗ് സ്കൂൾ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ജൂനിയർ പിള്ളേരൊക്കെ വന്ന് എന്നോടിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാടുമ്പോൾ കഥ കടച്ചിട്ടിരുന്ന് പാടുമ്പോൾ എൻ്റെ വിചാരം ആരും ഇത് കേൾക്കുന്നില്ല എന്നായിരുന്നു. കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി പാട്ട് പാടി, ഈശോയുടെ പാട്ടൊക്കെ പാടി, ഞങ്ങൾക്കത് വലിയൊരു അനുഭവമായിരുന്നു. അന്നാണ് ഞാൻ അറിയണേ അതവരെ ഈശോയിലേക്ക് ഒത്തിരി അടുപ്പിച്ചു എന്ന് പറഞ്ഞ്. അന്നാണ് ഞാൻ അറിയുന്നത് ഈ പാട്ടൊക്കെ ആൾക്കാർ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന്. അതിനുശേഷം ഞാൻ ജോലിക്കായിട്ട് സൗദിയിലേക്ക് പോകുന്നു. അവിടുന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ വിവാഹം കഴിയുന്നു. കുറച്ച് നാളുകൾ ഞങ്ങൾ സൗദിയിൽ കഴിഞ്ഞു. ആ അവസരത്തിൽ എനിക്ക് അതിൻ്റെ വലിയ വില മനസ്സിലായി. നമ്മൾ കുർബാനയ്ക്ക് പോകുന്നതിൻ്റെയും നമ്മുടെ വിശ്വാസം നമ്മൾ മാക്സിമം കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും കുർബാനയൊക്കെ ഒത്തിരി മിസ്സാകുന്നുണ്ടായിരുന്നു. ദിവികാരുണ്യൊക്കെ ഭയങ്കര മിസ്സാകുന്നുണ്ടായിരുന്നു ആ അവസരത്തിൽ. അങ്ങനെയാണ് ഞങ്ങൾ കാനഡയിലേക്ക് വരുന്നതും. കാനഡയിൽ നമുക്ക് ദേവാലയങ്ങളും ഇതൊക്കെ സുലഭമാണ്. എന്നാലും വിശ്വാസം കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ തോന്നി. നമ്മുടെ നാട്ടിലെ കൾച്ചറും അങ്ങനെയൊന്നും അല്ല. കാനഡയിൽ വന്നു കഴിഞ്ഞപ്പോൾ മുന്നോട്ട് നോക്കുമ്പോൾ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും, അവരുടെ വിശ്വാസം എങ്ങനെ കീപ്പ് ചെയ്യും എന്നതിനെക്കുറിച്ച് വലിയൊരു അവലാതിയും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോൾ വിഷമം വന്നാലും ഈശോ എടുത്ത് പോയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും, വചനം എടുത്ത് വായിക്കും. അതുപോലെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നേ നമ്മുടെ ദൈവിക ചാനലുകൾ, ശാലോം പോലെയുള്ള ചാനലുകൾ ഞങ്ങൾ ഓണാക്കി അന്നേരം വചന പ്രഘോഷണങ്ങൾ കേൾക്കും, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ പല വിധത്തിൽ ഈശോ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും, തിരിച്ചു പോകാം, കുറച്ച് നാൾ ഇവിടെ നിന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്നൊരു വലിയൊരു ആഗ്രഹം മനസ്സിൽ വന്നു. അങ്ങനെ വന്ന് ഞാൻ ശാലോം TV ഓണാക്കുമ്പോൾ ഒരു വചനപ്രഘോഷകൻ, ഒരു അച്ഛൻ പറയുകയാണ്, കാനഡയിലും US-ലുമുള്ള മാതാപിതാക്കളുടെ ഏറ്റവും വലിയ വിഷമം അവരുടെ മക്കളെ ഓർത്താണ്. എൻ്റെ മക്കളെ, നിങ്ങൾ ലോകത്തിൻ്റെ എവിടെ പോയാലും നിങ്ങൾ ഈശോയെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊന്നും പേടിക്കാനില്ല. നിങ്ങൾ നാട്ടിൽ തിരിച്ചെത്തി എന്നതുകൊണ്ട് അവരുടെ ഭാവി സുരക്ഷിതമായിരിക്കണമെന്നില്ല എന്ന്. എനിക്ക് വളരെ സന്തോഷമായി. ഈശോ എന്നോട് നേരിട്ട് സംസാരിച്ചു എന്ന ഒരു പ്രതീതിയായിരുന്നു എനിക്ക്. ഞാൻ ഓടിപ്പോയിരുന്നു, നന്ദി പറയുകയും അങ്ങനെ കാനഡയിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ഒരു വലിയ തീരുമാനം എടുക്കുകയും ചെയ്തു. അങ്ങനെ ഈശോയെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള എന്നാലാവുന്ന വിധം, എനിക്കും ഭർത്താവിനും ആവുന്ന വിധം മക്കളിലേക്ക് ഈശോയെ കൊടുക്കണം എന്ന ഉറച്ച തീരുമാനം എടുക്കുകയുണ്ടായി. അങ്ങനെ മൂത്ത മോളെ മടിയിലേക്ക് ഇരുത്തി വചനമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അപ്പം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വീട്ടിൽ വരുമ്പോൾ അവർ പറയും, എൻ്റെ ചേച്ചി എന്തിനാ ഇങ്ങനെ വചനം പഠിപ്പിക്കണേ, കുഞ്ഞ് സ്കൂളിൽ പോട്ടെ, അത് കഴിയുമ്പോൾ കുഞ്ഞ് ഹൈസ്കൂളിൽ പോട്ടെ, യൂണിവേഴ്സിറ്റി പോട്ടെ, ഇതൊക്കെ വെറുതെയാകും എന്നിങ്ങനെ പറയുമായിരുന്നു. അതൊരിക്കലും വെറുതെ ആയിട്ടില്ല. ഞാൻ അന്നും പറയും, എന്നെ ഈശോ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് എൻ്റെ മക്കളെ വിശ്വാസത്തിൽ വളർത്തുന്നുണ്ട് എന്ന്. ആ ഉത്തരവാദിത്തം ഞങ്ങളാലാവും വിധം ഞങ്ങൾ ചെയ്യുമെന്ന്. അത് ഞാൻ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു. കുഞ്ഞിലേ മുതൽ കുഞ്ഞുങ്ങൾക്ക് ഈശോയെ കൊടുത്തതുകൊണ്ട് അവർക്ക് ഇന്നും ഈശോയോട് വലിയൊരു അടുപ്പമാണ്. അതുമാത്രമല്ല, കുഞ്ഞുങ്ങൾ ഉദരത്തിലായിരിക്കുമ്പോഴും അവർക്ക് ഈശോയെ കൊടുക്കാനായിട്ട് ഒത്തിരി പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്.
ഞാൻ ഓർക്കുന്നു അന്നൊക്കെ വാക്മാനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഉറക്കത്തിലും കുഞ്ഞ് മറ്റൊന്നും കേൾക്കണ്ട എന്നോർത്ത് വാക്മാനിൽ ഈശോയുടെ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ വയറ്റത്ത് വെക്കുമായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഈ വാക്മാൻ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ഈ കുഞ്ഞ് ഈശോയുടെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അവിടെ നിന്ന് കാനഡയിൽ വന്നു കഴിഞ്ഞപ്പോൾ അറിയാലോ, ഒത്തിരി പ്രാരംഭ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലെ കുഞ്ഞുങ്ങളെ നോക്കണം, ജോലിക്ക് പോകണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെ എക്സാം എഴുതിയെടുക്കണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെയൊക്കെ കടന്നു പോയപ്പോഴെല്ലാം ഈശോ എന്നെ കുഞ്ഞിലേ മുതൽ പഠിപ്പിച്ചതാണ്, അസാധ്യമെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലാവാനോടു ചൊല്ലി, മനുഷ്യനാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട്. മനുഷ്യനാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട്. ഈ വചനം, ഇത് വചനമാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അതുപോലെ തന്നെ എനിക്ക് വലിയ ഇഷ്ടമുള്ള വചനമാണ് ലൂക്ക 1:37, ഫോർ നത്തിങ് വിൽ ബി ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. അത് ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നു. സന്തോഷത്തിൽ മാത്രമല്ല സങ്കടത്തിലും ഈശോയോട് ഒട്ടി നിൽക്കുമ്പോൾ അതെത്ര വലിയ പ്രതിസന്ധി വന്നാലും ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഈശോയുടെ കൂടെ ആയിരിക്കാനായിട്ടും സമയം കണ്ടെത്തും. അപ്പോൾ എത്ര വലിയ അസാധ്യതകളിലും സാധ്യമാക്കി തരുന്ന ഒരു ഈശോയുടെ അനുഭവത്തിലൂടെ ജീവിതത്തിൽ ഒത്തിരി കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ നേഴ്സാണെന്ന് നേരത്തെ സൂചിപ്പിച്ചായിരുന്നല്ലോ. അപ്പം ഈശോയുടെ കൂടെ ജോലി ചെയ്യും. എന്നും ജോലിക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. പ്രാർത്ഥിച്ച് മക്കളെയൊക്കെ വീട്ടിലിരുത്തിയിട്ട് പോവുകയാണെങ്കിൽ കഥകിലെല്ലാം കുരിശ് വരച്ച് അവരെ പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചിട്ട് ജോലിയിലേക്ക് കടന്നു പോകും. അന്നേരം ഒരിക്കലും അവരെക്കുറിച്ചൊരു ടെൻഷൻ തോന്നിയിട്ടില്ല. ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എപ്പോഴും എൻ്റെ കയ്യിൽ ബൈബിള് അടുത്ത സീറ്റിൽ ഉണ്ടാവും. അതുപോലെ എപ്പോഴും ഞാൻ കൊന്ത കയ്യിൽ പിടിച്ചിരിക്കും. പ്രാർത്ഥിച്ച് പോകും. വണ്ടി ചെന്ന് പാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ വചനം എടുത്ത് വായിച്ച് അന്നത്തെ രോഗികളെ, നോക്കാൻ പോകുന്ന രോഗികളെയും ഞാൻ വർക്ക് ചെയ്യുന്ന യൂണിറ്റിനെയും അവിടെ വരുന്ന എല്ലാവരെയും, മാനേജർ മുതൽ ആ യൂണിറ്റിൽ സ്റ്റെപ്പ് വയ്ക്കുന്ന ആ എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടാണ് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നും ഈശോയോട് പറയും, എൻ്റെ ഈശോയെ, നീ എൻ്റെ നാവിലൂടെ ഓരോ രോഗിയോടും സംസാരിക്കണം, നീ എൻ്റെ കൈകളിലൂടെ അവരെ സ്പർശിക്കണം, നീ എൻ്റെ പാദങ്ങളിലൂടെ നടക്കണം. ഏത് മുറിയിലേക്കും കടന്നു പോകുമ്പോൾ ഞാൻ എപ്പോഴും ഈശോയോട് പറയും, ഈ രോഗിയോട് ഈശോയെ നീ സംസാരിക്കണം, ഞാനല്ല, എൻ്റെ വാക്കുകളൊന്നും അവർ കേൾക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ജോലിയിൽ പോകുന്നത്. ഒത്തിരി അനുഭവങ്ങളുണ്ട് ജോലിയിലായിരിക്കുമ്പോൾ. ഒരു സംഭവം ഞാനിപ്പോഴും ഓർക്കുകയാണ്. എനിക്ക് ഒരു മകനെ ഒരിക്കൽ ICUയിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്കൊരു മകനെ അസൈൻമെൻറ്റ് കിട്ടിയിരുന്നു. അപ്പോൾ എനിക്ക് റിപ്പോർട്ട് തരുന്ന മകള് അവിടുത്തെ ഒരു സീനിയർ നേഴ്സാണ്. അപ്പോൾ അന്ന് ഞാൻ ICU കോഴ്സ് കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല. അപ്പോൾ ആ മകൻ ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള കക്ഷിയായിരുന്നു, ഇച്ചിരി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റായിരുന്നു. 5-6 ചെസ്റ്റ് ട്യൂബും വെന്റിലേറ്ററിലും നോക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവളുടെ ഷിഫ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ആ മകൾ എന്നോട് പറഞ്ഞു, ചാർജ് നേഴ്സിനോട് വേറെ അസൈൻമെൻറ്റ്, ഇച്ചിരിയോടെ ഈസി ആയിട്ടുള്ള അസൈൻമെൻറ്റ് ചോദിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറയുകയുണ്ടായി, എനിക്ക് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം, എൻ്റെ മനസ്സിൽ നത്തിങ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്, ഈശോയുടെ കൂടെയല്ലേ ഞാൻ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ഈശോ എന്നെ നയിക്കും എന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ മകനോട് ഞാനിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു, ഈശോ കൂടെയില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ എന്നെ ഇങ്ങനെ തറപ്പിച്ച് നോക്കി. എന്നിട്ട് അവൻ എന്നെ എഴുതി കാണിച്ചു. അവന് സംസാരിക്കാൻ പറ്റില്ല, വെന്റിലേറ്ററിലായിരുന്നു, ട്രക്കിയോസ്റ്റമിയൊക്കെ ചെയ്ത് കിടക്കുന്ന, ബ്രീത്തിങ് സപ്പോർട്ടോട് കൂടിയായിരുന്നു അവൻ എന്നെ എഴുതി കാണിച്ചു. ഞാൻ ഉറങ്ങിയിട്ട് ഒത്തിരി നാളായെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നത്തിങ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ് എന്ന് ഞാൻ അവനോട് പറഞ്ഞു. ലൂക്ക 1:37 എൻ്റെ വചനമല്ല, ബൈബിളിലെ വചനമാണ്. അപ്പോൾ ഈശോ ആണ് നിന്നോട് പറയുന്നത്, ഈശോയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല, നീ ഇത് വിശ്വസിച്ചാൽ ഈ രാത്രി നീ സുഖമായിട്ട് ഉറങ്ങും എന്നവനോട് ഷെയർ ചെയ്യുണ്ടായി.
അങ്ങനെ പറയുകയും ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ കട്ടിലിൻ്റെ മുകളിൽ ഒരു കുരിശ് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ആ മകന് വിശ്വാസമുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള മകനാണ്. അപ്പം ഞാൻ ചോദിച്ചു, മോനെ ഇത് അമ്മയാണോ ഈ കുരിശ് ഇവിടെ തൂക്കിയിട്ടതെന്ന് ചോദിച്ചപ്പോൾ അവൻ പോലും അന്നേരമാണ് ആ കുരിശ് കാണുന്നത്. അവൻ ഉറങ്ങാൻ നേരത്ത് അവൻ എന്നോട് എഴുതി ചോദിച്ചു, സിസ്റ്റർ പറഞ്ഞ ആ വചനം എനിക്കൊന്ന് എഴുതി തരാവോ എന്ന്. അപ്പോൾ ഞാൻ ആ വചനം എഴുതി കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നീ ഉറങ്ങുന്ന വരെ ഈ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, അപ്പോൾ നീ ഉറങ്ങിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ ഡെയിലി ഓർക്കണം. അവൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഡെയിലി അവൻ ഭയങ്കര ഹാർട്ട് റേറ്റ് എല്ലാം എപ്പോഴും ഹൈയും, ഭയങ്കര ആങ്ഷ്യസും, ഇച്ചിരി നോക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു രോഗിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ശാന്തമായിട്ട് കിടന്നുറങ്ങി. അവൻ്റെ ഹാർട്ട് റേറ്റ് എല്ലാം വളരെ നോർമൽ. വാർഡിലെല്ലാവരും ചോദിച്ചു, നീ എന്താ അവന് കൊടുത്തേ എന്ന് ചോദിച്ചു. എങ്ങനെ ഇവനിങ്ങനെ ഇത്ര ശാന്തമായിട്ട് ഉറങ്ങുന്നതെന്ന് എന്നോട് വന്ന് ചോദിച്ചു. അപ്പം അവൻ എഴുതിയ ആ പേപ്പർ അവരെ കാണിച്ചു കൊടുത്തു. ഇതാണ് ഞാൻ കൊടുത്ത മെഡിസിൻ എന്ന്. അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ അമ്മയും വിസിറ്റ് ചെയ്യാനായിട്ട് വന്നു. അന്നേരം അവർക്ക് വളരെ വിഷമം വന്നു. എന്നോട് ചോദിച്ചു, നീ ഇവന് എന്തോരം സെഡേഷൻ കൊടുത്തോ, നീ എന്ത് മരുന്നാണ് കൊടുത്തത്? ഒത്തിരി വളരെ ബുദ്ധിമുട്ടോടു കൂടിയാണ് ആ മകൾ എന്നോട് ചോദിക്കണേ. ഞാൻ പറഞ്ഞു, ഞാൻ കൊടുത്ത മരുന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ മകന് എന്നോടൊരു മരുന്ന് ചോദിച്ചു, ഞാനത് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര അതൊന്ന് വായിച്ചിട്ട് അവരെന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഈശോ അയച്ച മാലാഖയാണ് എൻ്റെ മകന് വേണ്ടിയിട്ട്, ഈശോ അയച്ച മാലാഖയാണ് നീ. ഞങ്ങൾ ഒത്തിരി പേരോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അങ്ങനെ ആ മകൻ കുറച്ച് നാളുകൾക്ക് ശേഷം അവിടെ നിന്ന് അത് ഡിസ്ചാർജ് ആയിപ്പോയി, വളരെ നോർമലായി ഡിസ്ചാർജ് ആയിപ്പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇങ്ങനെ ഓരോ രോഗികളിലേക്കും കടന്നു ചെല്ലുമ്പോൾ ഈശോയുടെ വചനം കൊടുക്കാനോ അവരെ ഈശോയെ കാണിച്ചു കൊടുക്കാനൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ്. വേറൊരു സംഭവം പറയുകയാണെങ്കിൽ, കോവിഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വാർഡിൽ കോവിഡ് പേഷ്യൻസ് ഉണ്ടായിരുന്നില്ല. അപ്പം കോവിഡൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ സൗഖ്യമായ രോഗികളാണ് അവിടെ വന്നത്. അപ്പം ഹൈ ഓക്സിജൻ ഡിമാൻഡോടുകൂടി ബൈപ്പാപ്പ് എന്ന മെഷീനിൽ കിടക്കുന്ന ഒരു മധ്യവയസ്കനായ ഒരു രോഗി എനിക്ക് കിട്ടുകയുണ്ടായി. എന്നെ ആ രോഗിയെ അസൈൻ ചെയ്യാൻ തന്നെ കാരണം ആ കക്ഷി അപ്പടി റെസ്റ്റ്ലെസ്സും ആങ്ഷ്യസും ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് വാർഡിലെ കുട്ടികൾ തീരുമാനിച്ചു, ഇന്ന് എനിക്ക് അസൈൻമെൻറ്റ് തരാം, എനിക്കത് സാധിക്കുമെന്നും പറഞ്ഞിട്ടാണ് അവരെനിക്ക് തരുന്നത്. അപ്പോൾ ഞാൻ ഈ രോഗിയുടെ അടുത്തേക്ക് കടന്നു ചെന്നപ്പോൾ ഇതുപോലെ തന്നെ ഭയങ്കര ആങ്ഷ്യസാണ് ആൾ. ഞാനിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇത് 24 hours ഈ ഹാർഡായിട്ടുള്ള ഈ മാസ്കും വെച്ച് കിടക്കുന്നതുകൊണ്ട് ആൾ ഭയങ്കര അസ്വസ്ഥമാണ്. ഞാൻ പറഞ്ഞു, എന്തിനാ നീ ഇങ്ങനെ ആങ്ഷ്യസ് ആകുന്നേ? നിൻ്റെ കട്ടിലിൻ്റെ അരികിൽ ഈശോയുണ്ട്, നീ ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയേ, എത്ര ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയും. അപ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന വചനാണ്, ഐ ആം ദ ലോർഡ് യുവർ ഗോഡ്, ഹോൾഡ് യുവർ റൈറ്റ് ഹാൻഡ്, ഇറ്റ് ഈസ് ഐ ഹു സേ ടു യു, ഡു നോട്ട് ഫിയർ, ഐ ആം വിത്ത് യു. ഏശയ്യായുടെ പുസ്തകം 41 അധ്യായം 13 വാക്യമാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, നീ ഈ വചനം റിപ്പീറ്റ് ചെയ്യുക, ഇത് നീ വിശ്വസിച്ച് ഏറ്റെടുത്താൽ നിൻ്റെ പേടി പോകും, ഇന്ന് തന്നെ ഈ മെഷീനിൽ നിന്ന് നിനക്ക് ഔട്ടാകാൻ പറ്റും എന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ വചനം ഒന്ന് അയാളത് സ്വീകരിച്ചു. സന്തോഷത്തോടു കൂടി അയാൾ എസ് വെച്ചു. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് വചനം ടൈപ്പ് ചെയ്ത് കൊണ്ടേ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ കക്ഷി ഒരു കൊച്ചിനെ പോലെ, ഒരു അനുസരണയുള്ള ഒരു കൊച്ചിനെ പോലെ തന്നെ ഈ രോഗി അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ അയാൾ എന്നോട് ഷെയർ ചെയ്യുണ്ടായി, അയാളുടെ ചെറുപ്പകാലത്ത് അയാൾ കാത്തലിക് സ്കൂളിലൊക്കെ പഠിച്ച മകനാണ്, ഈശോയായിട്ട് ബന്ധമൊക്കെ ഉണ്ടായിരുന്നാണ്. പക്ഷേ വളർന്നു വന്നപ്പോൾ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു, പള്ളിയിൽ പോകാനോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായി. പക്ഷേ ആ വചനം അയാൾ ഏറ്റെടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു, ഹോളി സ്പിരിറ്റ് വിൽ കം അപ്പോൺ യു ആൻഡ് ദ പവർ ഓഫ് മോസ്റ്റ് ഹൈ വിൽ ഓവർഷാഡോ യു. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ലൂക്ക 1:35. ഞാൻ വേഗം ആ വചനം ടൈപ്പ് ചെയ്തുകൊണ്ട് ആ മകൻ്റെ കൊടുത്തു. ഈശോയുടെ വലിയൊരു ഇടപെടലെന്ന് പറയട്ടെ, ഉച്ചയായപ്പോഴത്തേക്കും ഈ മകൻ ഈ മെഷീനിൽ നിന്ന് ഔട്ടാകുകയും വളരെ ചെറിയ ഓക്സിജൻ സപ്പോർട്ടോടുകൂടി ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ അവിടെ കാണുകയും ചെയ്തു.
അപ്പോൾ ചെറിയ ഓക്സിജനിൽ അയാൾക്ക് സംസാരിക്കാം, അയാൾക്ക് വലിയ ഓക്സിജൻ സപ്പോർട്ടായിരുന്നപ്പോൾ അയാൾ ഒന്ന് കിടക്കാനോ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനോ ഒന്നും അയാൾക്ക് സാധിച്ചിട്ടിരുന്നില്ല. അത്രയ്ക്ക് ശ്വാസം മുട്ടലായിരുന്നു. ഉച്ചയായപ്പോഴത്തേക്കും ഇയാൾ ഈ മെഷീനിൽ നിന്ന് ഓഫാവുകയും ചെറിയൊരു ഓക്സിജൻ സപ്പോർട്ട് അയാൾക്ക് എഴുന്നേറ്റ് നടക്കാം, അയാൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം. വളരെ സന്തോഷമായി. ആ മകൻ എന്നോട് ഷെയർ ചെയ്തു, ഷീബ സിസ്റ്ററെ, ഞാൻ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയാൽ ഒരു ബൈബിള് വായിക്കും, ബൈബിള് വാങ്ങിക്കും, അത് മുഴുവൻ വായിക്കും എന്നോട് പ്രോമിസ് ചെയ്യുകയുണ്ടായി. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഡ്യൂട്ടിക്ക് കടന്നു പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബൈബിള് വണ്ടിയിലുണ്ടെന്ന് എപ്പോഴും. ഈ ബൈബിളും കയ്യിലെടുത്ത് ഈശോയുടെ രൂപം എല്ലാവർക്കും കാണാം. ഞാൻ കാനഡയിലൊക്കെ എല്ലാവരും ബുക്ക് ഒത്തിരി റീഡ് ചെയ്യുന്നതാണ്. അപ്പം ഞാനും ഒരു ബുക്ക് എടുക്കും. എൻ്റെ ബുക്ക് ബൈബിളാണ്. അപ്പോൾ ആര് നോക്കിയാലും ഈശോയുടെ ആ രൂപവും ആ ബൈബിളിൽ കാണാം. ആൾക്കാരൊക്കെ ഞാനിങ്ങനെ ലിഫ്റ്റിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നോക്കാറുണ്ട് ഈ ബുക്കിലേക്ക്. അങ്ങനെ ഞാൻ പോയി എൻ്റെ ഡെസ്കിൽ, ഞാൻ ഇരിക്കുന്ന ഡെസ്കിൽ ബൈബിള് വയ്ക്കും. എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് ഡ്യൂട്ടിയിലേക്ക് കുറച്ച് സമയമൊക്കെ കിട്ടുമ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ അനുഭവങ്ങൾ, എനിക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യും. അതുപോലെ നേഴ്സസ് മിനിസ്ട്രിയിലെ ഒരു അംഗവും കൂടെയാണ് ഞാൻ. ഈ നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നേ പിന്നെയാണ് വചനം ഒരു ആയുധമാണ് എന്നുള്ള ഒരു വലിയ ബോധ്യം എനിക്കുണ്ടായത്. ഈ വചനം രോഗികളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ രോഗികളിൽ അത് സൗഖ്യമായി മാറും. ഈശോ ചെയ്ത അതേ സൗഖ്യം ഇന്ന് വചനത്തിലൂടെ സംഭവിക്കും എന്ന് എനിക്ക് ബോധ്യമായി. ഇനി എൻ്റെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കും, ഞാനും എൻ്റെ കുടുംബവും ഒരുമിച്ച് ഈശോയെ സേവിക്കുമെന്ന്. ആസ് ഫോർ മീ ആൻഡ് മൈ ഫാമിലി വി വിൽ സെർവ് ദ ലോർഡ്. ജോഷുവ 24:15. ഈ വാക്യത്തിൻ്റെ അഭിഷേകം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എപ്പോഴും ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. മക്കളെ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ദേവാലയത്തിൽ പോവുകയും അതുപോലെ കുഞ്ഞുങ്ങളെ എപ്പോഴും ദേവാലയവുമായിട്ട് അടുപ്പിച്ച് ആണ് വളർത്തുന്നത്. റിട്രീറ്റുകൾക്ക് വിടുകയും അങ്ങനെ. മൂത്ത മോൾക്ക് ഇപ്പോൾ 22 വയസ്സായി. അവൾ ഈയിടെ ഗ്ലോബൽ മീറ്റിന് പോവുകയുണ്ടായി. അവൾ വന്ന് ഷെയർ ചെയ്തതാണ്, ഒത്തിരി രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അവിടെ വന്നു. അപ്പോൾ ഇതേപോലെ വിശ്വാസം കീപ്പ് ചെയ്യുന്ന കുടുംബങ്ങളെയും യുവജനങ്ങളെയും അവൾക്കവിടെ കാണുവാൻ സാധിച്ചു. ബൈബിൾ വായിക്കുന്ന മക്കൾ, കുടുംബമായിട്ട് ഒത്തുചേർന്ന് പോകുന്ന മക്കൾ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ടായി എന്നവൾ പറഞ്ഞു. അവൾ എന്നോട് പറഞ്ഞു, അവൾ ചെന്ന് അവളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുകയുണ്ടായി. അവളുടെ വാർഡിലൊക്കെ ഡ്യൂട്ടി സ്ഥലത്ത് ഷെയർ ചെയ്യുകയുണ്ടായി എന്ന്. കുഞ്ഞുങ്ങളാണേലും കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. ഒരിക്കലും ഞാൻ ഓർക്കുകയാണ്, നേഴ്സസ് മിനിസ്ട്രിയിൽ ഒരു വചന പ്രഘോഷണത്തിൽ അച്ഛനിങ്ങനെ പറയുകയുണ്ടായി. അച്ഛനൊരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടപ്പോൾ എഫാത്ത എന്ന വചനം വിടുകയും അങ്ങനെ ട്രാഫിക് ബ്ലോക്ക് മാറി കൃത്യസമയത്ത് എത്തിച്ചേരുകയും ചെയ്തുവെന്ന്. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് ദേവാലയത്തിലേക്ക് പോകുന്നൊരു സമയത്ത് ഭയങ്കര ഒരു ട്രാഫിക് ബ്ലോക്കിൽ ഞങ്ങൾ കിടക്കുകയാണ്. അപ്പം എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ഓർത്തിരുന്നപ്പോഴത്തേക്കും ഇളയ മകൻ, അവനൊന്ന് കുഞ്ഞാണ്, അവൻ പറഞ്ഞു, മമ്മി എഫാത്ത എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ തന്നെ കണ്ണു തുറന്നു. ഞങ്ങളെല്ലാവരും വേഗം എഫാത്ത എന്ന് ഉരുവിടുകയും പെട്ടെന്ന് തന്നെ ട്രാഫിക് ബ്ലോക്ക് ഓപ്പണായി. ഞങ്ങൾ ദേവാലയത്തിൽ കൃത്യസമയത്ത് ചെന്നു. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഞാൻ പരിപൂർണയാണെന്ന്. ഒരിക്കലുമില്ല. ഒത്തിരി കുറവുകളുള്ള മകളാണ് ഞാൻ, ഒത്തിരി കുറവുകളുള്ള കുടുംബമാണ് ഞങ്ങളുടേത്. പക്ഷേ ഈ കുറവുകളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ, ഈശോയുടെ കൂടെ ജീവിക്കുമ്പോൾ ഈശോ അത് ഏറ്റെടുത്ത് കൃപകളായിട്ട് ഞങ്ങളിലേക്ക് ചൊരിയുന്നു. അതുപോലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരിലേക്കും ഈശോ ഒത്തിരി കൃപകൾ ചൊരിയട്ടെ. ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഷീബ ചേച്ചിയുടെ ജീവിതത്തിൽ കൂടെയായിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഓർത്ത് അവിടത്തേക്ക് നമുക്ക് നന്ദി പറയാം. ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളിലും മറ്റുള്ളവരുടെ ജീവിത പ്രശ്നങ്ങൾ കാണുമ്പോഴും ഈശോയുടെ തിരുവചനങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനും ഒരു വിശുദ്ധിയായി തീരട്ടെ. ആമേൻ.
ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.